രോഗമുള്ളിടത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ രോഗങ്ങളുടെ മേൽ ദൈവിക കർത്താവിൻ്റെ നാമത്തിൽ ദൈവിക ശാസന പ്രാർത്ഥന നടത്തും. കർത്താവ് നിങ്ങളെ ഇപ്പോൾ സുഖപ്പെടുത്തും. കാര്യം അങ്ങനെ സുഖപ്പെട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. എവിടെയാണ് രോഗമുള്ളത്? ഉദരത്തിലാണെങ്കിൽ ഉദരത്തിൽ കൈവെക്കണം, ശിരസിലാണെങ്കിൽ ശിരസിൽ കൈവെക്കണം, നെറ്റിയിൽ കൈവെക്കണം, നെഞ്ചിലാണെങ്കിൽ നെഞ്ചിൽ കൈവെക്കണം, ശ്വാസകോശങ്ങളിലാണെങ്കിൽ ശ്വാസകോശത്തിൽ കൈവെക്കണം. ഇനി നിനക്ക് ശ്വാസകോശത്തിൽ രോഗമില്ല, നിൻ്റെ ജീവിത പങ്കാളിക്കോ കുടുംബത്തിലുള്ളവർക്കോ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർക്കാണ് രോഗമുണ്ടെങ്കിൽ അവിടെ രോഗത്തെ ഓർത്തുകൊണ്ട് എവിടെയാണ് അവർക്ക് രോഗം? ക്യാൻസർ ആണെങ്കിൽ ക്യാൻസർ, തൈറോയ്ഡ് ആണെങ്കിൽ തൈറോയ്ഡ്, പിസ്തുല ആണെങ്കിൽ പിസ്തുല, അപ്പോൾ അടിവയറ്റിൽ കൈവെക്കണം. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഒരു പ്രാർത്ഥന അറിയാൻ പാടില്ലാത്തവർ യേശുവേ രക്ഷക, എന്നെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമെന്ന് നന്ദി പറയണമെന്ന് പറയണം, വേറെ ഒന്നും പറയണ്ട. ഒരു പ്രാർത്ഥന അറിയാൻ പാടില്ലാത്തവർ യേശുവേ രക്ഷക, എന്നെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയണമെന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ചൂട് കാറ്റടിക്കണ പോലെയും നിങ്ങൾക്ക് കറണ്ട് അടിക്കണ പോലെയും പ്രകാശം വരണ പോലെയും ഒക്കെ അനുഭവം ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് കർത്താവിൻ്റെ ദാസന്മാർക്ക് കർത്താവ് നൽകുന്നത്. കർത്താവ് ആദ്യം നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസം ശക്തിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നോട് പറഞ്ഞ വചനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നതെല്ലാം. ഞാൻ കണ്ടുപിടിച്ചതോ പഠിച്ചതോ എവിടെ നിന്ന് വായിച്ചതോ ആയ ഒരു വചനവും പറഞ്ഞിട്ടില്ല. എല്ലാം ഈ ബലിപീഠത്തിൽ വന്നപ്പോൾ കർത്താവ് നൽകിയിട്ടുള്ള അടയാളങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് ഈശോ തന്നെയാണ് നിങ്ങളെ ധ്യാനിപ്പിച്ചത്. ഈ ധ്യാനം കർത്താവിൻ്റെതാണ്. ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ കർത്താവാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് തന്നെ നിങ്ങളെ സുഖപ്പെടുത്തും. ഉടമ്പടി ചെയ്തവരുണ്ട്, ചെയ്യാനിരിക്കുന്നവരുണ്ട്. ദൈവത്തോട് നിങ്ങൾ നന്ദി പറയണം. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു ഇടത്ത് ഇന്ന് ഈ ആരാധനയിലും പങ്കെടുക്കാൻ വേണ്ടി കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് അവിടെ നിങ്ങളുടെ സന്ധിപ്പിൻ്റെ തീരുമാനമാണ്, നിങ്ങളുടെ സമാധാനത്തിൻ്റെ തീരുമാനമാണ്. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തൻ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം മക്കൾ ഇപ്പോഴും ഇവിടെയും അതുപോലെ തന്നെ പുറത്തും വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലകളിലെ ഭൂഖണ്ഡങ്ങളിൽ കർത്താവേ ഇപ്പോഴ് ശിരസിന്, ഉദരത്തിൽ, നെഞ്ചിൽ, അടിവയറ്റിൽ ഒക്കെ കൈവച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തെ വിളിച്ച പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 35 വർഷത്തെ പൗരോഹിത്യത്തെ അനുസ്മരിക്കണമേ. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമയെ പ്രത്യക്ഷപ്പെടുത്താനുണ്ടായ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ കർത്താവേ അനുസ്മരിക്കണം. ആ പ്രത്യക്ഷപ്പെടലിലൂടെ കർത്താവേ അനേകം മക്കളെ കർത്താവ് നീ സന്ദർശിച്ചിട്ടുണ്ട്, അവർക്ക് സമാധാനം കൊടുത്തിട്ടുണ്ട്, അവർക്ക് നീ സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോഴും കർത്താവേ കൊടുങ്കാറ്റ് പോലെ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ മക്കളിലേക്ക് അഭിഷേകം ചെയ്യുന്ന കർത്താവേ. ഈശോ നിന്റെ തിരുമുറവാർന്ന് വലതുകരം കർത്താവേ, അഭിഷേകം കർത്താവേ, മഞ്ഞ് പോലെ വെളുത്തകരം കർത്താവേ, ദൈവികമായ കരങ്ങളെ കർത്താവേ ഓരോ മകനെയും മകളെയും സ്പർശിക്കുന്ന കർത്താവേ. നീ കർത്താവേ ഐസയ 30:21 പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. കർത്താവേ, ഈശോയെ ഞങ്ങളെ പിന്നിൽ നയിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ കർത്താവേ വചനം നൽകിക്കൊണ്ട് കർത്താവേ, വെളിപാട് നൽകിക്കൊണ്ട് കർത്താവേ, വഴിയും ലക്ഷ്യവും നൽകുന്ന കർത്താവേ ഇപ്പോഴുവരെ സ്പർശിക്കണമേ. കർത്താവേ, ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഈശോ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാലും പൊരുവേറ്റവനെ, ഈശോ മുൾക്കിടം ചൂടിയവനെ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ. എല്ലാവരും സ്തുതിക്കട്ടെ കർത്താവേ. ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, അങ്ങനെ വിശുദ്ധമോ വലതുകരം കർത്താവേ ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവേ ഇപ്പോൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിപ്പിടർ പോലെ കർത്താവ് വൈറ്റാഘാതം പോലെ കർത്താവ് ഗർഭാശയ രോഗങ്ങള്, കിഡ്നി
രോഗങ്ങൾ കർത്താവേ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്ന കർത്താവേ, വാദ രോഗങ്ങളെ കർത്താവേ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്ന കർത്താവേ, ശിരസ്സിലെ കർത്താവേ നിന്റെ വലതുകരം വെക്കണം. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. ഉദര രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ശിരസ് രോഗങ്ങള്, ചിരങ്ങ് രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, അപസ്മാര രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് ഈ നിമിഷം മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. വ്യാധികള് സുഖപ്പെടുത്തുന്നതിനെ നന്ദി പറയുന്നു കർത്താവേ. യേശുവേ രക്ഷക, ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന നന്ദി പറയുന്നു. യേശുവേ രക്ഷക, ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്ത നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശു. കരങ്ങളടിച്ചുകൊണ്ട് പാടാം. അഭിഷേകമേ ചേർന്ന് പാടാം. അഭിഷേകമേ കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. എല്ലാവരും അഭിഷേകമേ, അഭിഷേകമേ കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, എല്ലാവരും അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, മക്കളോടും വസ്തുക്കളോടും കൂടിയെന്നാണ് എസ്രാ 8:21 പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പം നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ വചനം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തകർന്ന് നിൽക്കുന്ന മക്കള്, പരീക്ഷ തോറ്റു നിൽക്കുന്ന മക്കള്, റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കള്, പുതിയ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കള്, നൈപുണ്യ പരീക്ഷകൾ, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾ ഒക്കെ എഴുതാൻ പോകുന്ന മക്കള്, എഴുതി കഴിഞ്ഞ മക്കള്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അഡ്വൈസ് മെമ്മോ പ്രതീക്ഷിക്കുന്നവർ, അവരെല്ലാം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിസ പ്രതീക്ഷിക്കുന്നവർ, ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കുന്നവർ, ഭാഗോടമ്പടി നടക്കാൻ ആഗ്രഹിക്കുന്നവർ, വീടില്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളാൽ വിഷമിക്കുന്നവർ, ജീവിതമാർഗമില്ലാത്തവർ, അടഞ്ഞുപോയവർ, എല്ലാ തരത്തിലും വേദനപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പാലാതെ മനസ്സ് കുഴകുന്നവർ, കർത്താവേ ഞാൻ മക്കളെ എല്ലാം അങ്ങോട്ട് തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധമായ വലതുകരത ഇപ്പോൾ സ്പർശിക്കണമേ. ദിവ്യകൃപാന ഞാനെടുത്ത് ആശീർവദിക്കുമ്പോഴേ കൊടിയ കാറ്റ് ആത്മാവിൻ്റെ അഗ്നിയാൽ എല്ലാവരുടെയും ജീവിത പ്രശ്നങ്ങളെ നീ പൂർണ്ണമായി നീ കർത്താവെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഇപ്പോഴാശീർവാദം സ്വീകരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും ആവശ്യിക്കട്ടെ. സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. കർത്താവിൻ്റെ ആശീർവാദം നൽകാൻ പോകുകയാണ്. അപ്പോഴും നിങ്ങളെ സ്തുതിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി ആയിരിക്കുന്ന അവസ്ഥയിൽ മുട്ടുമേൽ നിൽക്കാൻ കഴിയുന്ന എല്ലാം മുട്ടുമേൽ നിന്ന് കരമുയർത്തി മനമുയർത്തി സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്.
വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളുടെ മേൽ, ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കർത്താവ് സൗഖ്യം നൽകുകയാണ്, അനുഗ്രഹം ചൊരിയുകയാണ്. രോഗദുരിതങ്ങളില്, കടഭാരങ്ങളിൽ കഴിയുന്നവര്, തീരാവ്യാധിയിൽ കഴിയുന്നവര്, മനോദുഃഖത്തിൽ കഴിയുന്നവര്, സന്താന ഭാഗ്യമില്ലാത്തവരെ, ഭവനരഹിതരെ ഈശോ ആശീർവദിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടവരെ ഈശോ ആശീർവദിക്കുകയാണ്. നോൻപിലൂടെ പരിവർത്തനത്തിലേക്ക്, രൂപാന്തരത്തിലേക്ക് കുടുംബങ്ങളെ ഈശോ വിളിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. നിങ്ങളുടെ ജീവിത നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്നു. സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവരെ, കടഭാരത്തിൽ കഴിയുന്നവരെ ഈശോ സ്പർശിക്കുകയാണ്. കരമുയർത്തി മനമുയർത്തി സ്തുതിക്കട്ടെ. കൊറോണ വൈറസ് രോഗികളെ ഈശോ സുഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ഉഷാ ജേക്കബ്. ഇതെൻ്റെ മോൻ അഭിരാം, എൻ്റെ അമ്മ, എൻ്റെ ഈശോയുടെ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും എണ്ണമില്ലാവണ്ണമുള്ള നന്ദിയും സ്തോത്രവും സ്തുതിയും പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ അൾത്താരയിൽ നിങ്ങളുടെയൊക്കെ മുൻപിൽ ഇങ്ങനെ നിൽക്കുവാൻ എനിക്ക് തന്ന ആ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു എന്നുള്ളൊരു നന്ദി മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊന്നും എനിക്ക് വാക്കുകളില്ല. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 6-ാം തീയതിയാണ്. ഡിസംബർ 6-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ശാരീരിക അസ്വസ്ഥതകളൊന്നും എനിക്ക് പ്രകടമായിരുന്നില്ല. എന്നോട് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് എൻ്റെ അനുജത്തിയാണ്. അതിനു മുൻപ് കുറച്ച് നാളായിട്ടൊരു നിമിത്തം പോലെ ഞാൻ എപ്പോഴും ഭക്തിഗാനങ്ങളും മറ്റും ഇങ്ങനെ കേൾക്കുന്ന അതുവരെ ഇല്ലാതിരുന്ന ഒരു പ്രത്യേകത ഞാൻ തുടങ്ങി വെച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൃപാസനം മാതാവിനെക്കുറിച്ചും ഇവിടെ നടക്കുന്ന കാരുണ്യത്തിൻ്റെ ഈ വലിയ നീരൊഴുക്കിനെക്കുറിച്ചും ഞാൻ അറിഞ്ഞത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എനിക്ക് ഈശോയുടെ അമ്മയും നമ്മുടെ മാതാവും എൻ്റെ ഈശോപ്പച്ചനും കൂടി എനിക്ക് തന്ന വലിയൊരു രോഗസൗഖ്യം അത് നിങ്ങളോട് പറയാനാണ്. ഞാൻ ഉടമ്പടി എടുത്ത് പോയി ഞാൻ ഒരു ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ വിശ്വസിച്ച് നമ്മുടെ അച്ഛൻ ഇവിടുന്ന് പറയുന്നത് പോലെയൊക്കെ പരമാവധി ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ നമ്മുടെ അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന ആദ്യം പറയുമ്പോഴൊക്കെ എനിക്ക് തോന്നി, ഇതെന്താണ് അച്ഛൻ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, വല്ലാത്തൊരു ഒരു അസ്വസ്ഥത. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്താണ് നമുക്ക് വേണ്ടി ഈ മഹാസർവകലാശാലയിൽ ലോകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോൾ ഞാൻ പഠിച്ച കാര്യം മാത്രമാണ് എനിക്ക് കാര്യമായിട്ട് അറിയാം. പക്ഷേ ഇവിടെ നിന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുന്ന, സാക്ഷ്യം കേൾക്കുന്ന ഓരോ ആൾക്കും എല്ലാ കാര്യങ്ങളും, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സർവകലാശാലയായി നമ്മുടെ കൃപാസനം മാറിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2023 മെയ് മാസം എൻ്റെ ഇടത്തെ ബ്രസ്റ്റിൽ എനിക്കൊരു ചെറിയ പ്രയാസം അനുഭവപ്പെട്ടു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ 4th സ്റ്റേജ് ക്യാൻസറാണെന്ന് ഡോക്ടർ പറഞ്ഞു. മുൻപേ ഉണ്ടായിരുന്ന പ്രയാസങ്ങളെ അല്പം മറച്ച് ഞാൻ വെച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ ഈ രോഗമാണെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അതിന് കാരണം എൻ്റെ ഈ മകൻ, എനിക്ക് ഇരട്ട കുട്ടികളാണ്, ആൺകുട്ടികൾ. ഇവനെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു. ആ ആഗ്രഹം ഞാൻ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് പറഞ്ഞ് മറച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ അപ്പോഴേക്കും അത് കൈവിട്ടു പോയിരുന്നു. അപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുത്തു തുടങ്ങി. ഞാൻ അത്യധികം വിശ്വസിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. എനിക്ക് വേണ്ടി എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ ഒരു നിയോഗമെങ്കിലും, ഞാൻ ഈ ഒരു കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ നിയോഗത്തിന്
പുറത്ത് പോയിട്ടില്ല. കാരണം ആരെങ്കിലും ഒരാൾ അവരുടെ നിയോഗത്തിനകത്ത് ഞാനുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അത്യധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഡിസംബർ മാസത്തിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റായി. ഡോക്ടർ പറഞ്ഞു ഓക്കെ, എൻ്റെ 4ാമത്തെ സ്റ്റേജിനെ എൻ്റെ മാതാവ് ഈശോയും ഏറ്റവും ഭംഗിയോടെ എനിക്ക് സൗഖ്യമാക്കി തന്നു. അടുത്ത മാസം വീണ്ടും ചെക്കപ്പിന് പോകുമ്പോൾ ഇതേ ഡോക്ടർ പറയാണ്, എന്തോ ഒരു നീർക്കെട്ട് തൻ്റെ വലത്തു ഭാഗത്തെ ബ്രസ്റ്റിനും കാണുന്നുണ്ടല്ലോ. വീണ്ടും ടെസ്റ്റുകൾ ചെയ്തു. ഇടത്ത് ഭാഗത്ത് വന്ന രോഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു രോഗം, ഇതേ പേരിലുള്ള മറ്റൊരു രോഗം അതിന് പിടിച്ചു. ഞാൻ കുറച്ച് ഡൗണായി. പക്ഷേ എൻ്റെ വിശ്വാസം ഞാൻ മുറുക്ക പിടിച്ചു. എൻ്റെ സങ്കടങ്ങൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, അമ്മേ നിൻ്റെ നാമം പറയുമ്പോൾ എൻ്റെ തല കുനിഞ്ഞു പോകാൻ നീ ഇടവരുത്തരുതേ. നിൻ്റെ വിശ്വാസം എവിടെ എന്നെന്നോട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ, ഇല്ല, എൻ്റെ അമ്മയും എൻ്റെ ഈശോയുമാണ് എൻ്റെ ജീവൻ നിലനിർത്തിയത്, എൻ്റെ കുടുംബത്തെ കാത്തതെന്ന് പറയാൻ നീ എനിക്ക് ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീണ്ടും 2ാമത്തെ ട്രീറ്റ്മെൻറ്റുകൾ നടന്നു. അതികഠിനമായ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അനുഭവിച്ചവർക്കറിയാം, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ ട്രീറ്റ്മെൻറ്റ്, 5ഓളം സർജറികൾ, അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കഴിഞ്ഞു. സർജറിക്ക് ശേഷം ഡോക്ടർ പറയാണ്, ഇതുവരെ ചെയ്തതൊന്നും നിങ്ങൾക്ക് ഫലവത്തായിട്ടില്ല. ആദ്യത്തെ രോഗത്തിൻ്റെതല്ല, 2ാമത് വന്നത്. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ആ ഇഞ്ചക്ഷൻ നമുക്ക് വെക്കണം. ഒരെണ്ണത്തിന് ഏകദേശം 5 ലക്ഷം രൂപ വരും. അങ്ങനത്തെ 14ഓളം ഇഞ്ചക്ഷൻ വെക്കണം. ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, വേണ്ട, നമുക്കിനി അത് വേണ്ട. വീട്ടിൽ നിന്ന് എൻ്റെ സങ്കടത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ ദൈവത്തോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ സങ്കടത്തിൽ മനുഷ്യൻ പറഞ്ഞു പോകുന്നൊരു വാക്കുണ്ടല്ലോ. വീണ്ടും ഞാൻ എൻ്റെ അമ്മയിലും ഈശോയിലും ഞാൻ അഭയം തേടി, അമ്മേ നീ എനിക്കതിന് വഴികാട്ടി തരണം. എനിക്കറിയില്ല എങ്ങനെയാണ് അതൊക്കെ സാധിച്ചതെന്ന്. കമ്പനിക്കാർ കുറച്ച് സപ്പോർട്ട് തന്നു. കഴിച്ചു ബാക്കി എൻ്റെ ഓരോ ആവശ്യങ്ങളിലും ഒരു ടൈം ടേബിൾ പോലെ, ഒരു പ്രോഗ്രാം പോലെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ അമ്മ എനിക്ക് തന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ശരീരം വല്ലാതെയായി, താങ്ങാൻ പറ്റുന്നില്ല. ലാസ്റ്റ് കഴിഞ്ഞ ജൂൺ മാസം 17-ാം തീയതി എൻ്റെ 14ാമത്തെ ഇഞ്ചക്ഷൻ പൂർത്തിയായി. ഡോക്ടർ പറഞ്ഞു, അടുത്ത മാസം നമുക്ക് പെറ്റ് സ്കാൻ ചെയ്യാം, നമുക്ക് നോക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥനയുടെ ഫലം ദൈവം തന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ കൃപാസനത്തിലെ ഉടമ്പടിയെന്ന് നമുക്ക് അറിയാം. ആ പ്രാർത്ഥനയും അതോടൊപ്പം നമ്മുടെ പ്രവൃത്തിയും, കഴിയുന്ന രീതിയിലുള്ള പ്രവൃത്തിയും ദൈവം കണ്ടു. ജൂലൈ മാസത്തെ പെറ്റ് സ്കാനിൽ വളരെ സന്തോഷത്തോടു കൂടി അവരെന്നോട് പറഞ്ഞു, യു ആർ റിക്കവേർഡ്. ദൈവം എനിക്ക് ഇത്രയധികം എന്നെ വിഷമഘട്ടത്തിൽ അഗ്നികുണ്ഡത്തിലൂടെ ഞാൻ നടന്നപ്പോൾ എന്നെ പൊള്ളാൻ അനുവദിച്ചില്ല. നിലയില്ല കയത്തിലൂടെ പോയപ്പോൾ ഞാൻ താണുപോയില്ല. അവിടെയെല്ലാം എൻ്റെ ദൈവം എന്നെ താങ്ങി നടത്തി നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയിരിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞത് പ്രകാരം ഞാനിങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. പക്ഷേ എൻ്റെ തൂണും എൻ്റെ താങ്ങുമായി എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എൻ്റെ അടുത്ത് നിന്നപ്പോൾ ഇതൊക്കെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് നിങ്ങളെ സൗഖ്യമാക്കുന്നതെന്നുള്ള നമ്മുടെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഞാനൊരു സാക്ഷ്യമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എൻ്റെ കുടുംബത്തിലായാലും ഒരു ഒരുമയോടെ, ഒരു ആത്മീയമായ ഒരു ഒരുമ ഉണ്ടാകുവാൻ എൻ്റെ ഈ രോഗത്തിൻ്റെ ഈ ഒരു സാക്ഷ്യം ഇടയായി തീർന്നതിൽ ദൈവത്തിന് എണ്ണമില്ലാത്ത നന്ദി ഞാൻ പറയുകയാണ്. അതേ സമയത്ത് തന്നെ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഈ സമയത്ത് എൻ്റെ മകൻ ഈ കാര്യം അറിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിക്കാൻ പോയതാണ്. അപ്പോൾ അവന് വിഷമാവും, ആ ഭാരവും കൂടെ താങ്ങാൻ എനിക്കാവില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, രോഗമില്ലാത്ത ഒരമ്മ അവൻ തിരിച്ചു വരുമ്പോൾ എനിക്കുണ്ടായ ഈ അവസ്ഥയെക്കുറിച്ച് എനിക്ക് പറയാൻ നീ എനിക്ക്
ഇടവരുത്തണം. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇവൻ UK നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അമ്മേ ദൈവത്തിന് നന്ദി പറയും മോനെ, അമ്മയെ നന്ദി പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അത് പോരാ, നിൻ്റെ അമ്മയെ നിനക്ക് തിരിച്ചു തന്നതിന് നീ ദൈവത്തോട് നന്ദി പറയണം എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ മകൻ ഈ 2.5 വർഷത്തിനിടയിൽ എൻ്റെ മകൻ ഇപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. കാരണം അവന് ഞങ്ങളെ കണ്ട് സംസാരിക്കുന്നത് സങ്കടമായതുകൊണ്ട് അവൻ കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ കാര്യത്തിൽ ഒരു സാക്ഷി, ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് മറ്റുള്ളവരോട് ധൈര്യപൂർവ്വം പറയാൻ ഞാനെന്ന ഈ വ്യക്തി നിങ്ങളുടെ മുമ്പിലുണ്ട്. അത്രേ എൻ്റെ ആഗ്രഹമുള്ളൂ. ഇനിയുള്ള ജീവിതം എന്തു ആയിക്കൊള്ളട്ടെ, നമ്മുടെ ദൈവത്തോടൊപ്പം വിശ്വസ്തയോടുകൂടി കൃപ ചൊരിയുന്ന ആ വലിയ കാരുണ്യത്തിൻ്റെ മുൻപിൽ ജീവിച്ചു പോയി നിത്യതയിൽ എത്തിച്ചേരുക എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ എല്ലാവരുടെ ഇടയിൽ ഉണ്ടാകണം. അത് എനിക്ക് എൻ്റെ കുടുംബത്തിനും ലഭ്യമാകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്താറുള്ളത് ഞാൻ വളരെയധികം തീരെ വയ്യാതെ കിടന്ന അവസ്ഥയിലാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ അടുത്ത് എത്തിച്ചേരുന്ന ആളുകളുടെ കൈകളിൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം പിന്നെ എനിക്ക് അച്ഛൻ്റെ ധ്യാനം കേൾക്കാതിരിക്കാൻ വയ്യാത്തൊരു ഒരവസ്ഥയാണ്. അത് കേട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാതെ ആയി പോകും. പിന്നെ ചിലപ്പോൾ ഞാനൊരു ദിവസം നമ്മുടെ അച്ഛനെ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നല്ലിടയനായ നമ്മുടെ അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ മുൻപിലെ മേശയുടെ അപ്പുറത്തും ഞാൻ ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ മാതാവിനോട് പറയായിരുന്നു, അമ്മേ നീ എനിക്കൊരു അടയാളം കാണിച്ചു തരൂ, എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്താണ് എൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആ സമയത്താണ് അച്ഛനെ ഞാൻ കണ്ടത്. പിന്നെ എനിക്ക് മനസ്സിലായി അച്ഛൻ എന്നോട് എന്താണ് സംസാരിച്ചതെന്ന് അറിയില്ലെങ്കിലും അച്ഛൻ നമ്മളോട് നമ്മുടെ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചുമാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അനേകം ചെറിയ സുഗന്ധ പിന്നെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ മണം അതൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എന്താ ഇവരിങ്ങനെ പറഞ്ഞത്. പക്ഷേ അത് അനുഭവിച്ചപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും നിങ്ങളുടെ മുൻപിൽ ഈ അത്യധികം പൊള്ളുന്ന തീച്ചകളിലൂടെ നടന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത്രയധികം നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തനായ, നമ്മളോട് വിശ്വസ്തത കാണിക്കുന്ന, നമ്മൾ വിശ്വസ്തത കാണിച്ചില്ലെങ്കിലും നമ്മളോട് ആ വാക്ക് പാലിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഓരോ ആളും വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. എൻ്റെ ഈ മോന് UK ആദ്യം അഡ്മിഷൻ കിട്ടാൻ കുറച്ച് വിഷമങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി അവൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നല്ല മാർക്കോടുകൂടി തിരിച്ചു വന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നിരിക്കുകയാണ്. എൻ്റെ മറ്റേ മകൻ, അവനാണ് ഈ വേദനകൾ മുഴുവനും ഞങ്ങളുടെ കൂടെ നിന്ന് താങ്ങിയത്. അപ്പോൾ അവൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളും. അവന് കിട്ടിയൊരു വലിയൊരു സാക്ഷ്യമുണ്ട്. അത് അവൻ ഇപ്പോൾ നാട്ടിലില്ലാത്തത് കൊണ്ട് അവനിനി വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളും. കൂടാതെ ഞാൻ അശരണരായ ആളുകൾക്കും പിന്നെ അനാഥാലയങ്ങളിലൊക്കെ എൻ്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മുൻപേ ചെയ്യാറുണ്ടെങ്കിലും ഇന്ന് ഞാൻ ചെയ്യുന്നത് ദൈവനാമത്തിലാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. അവരെ കാണുമ്പോൾ അവരുടെ കണ്ണുകളിലെ ആ വേദന എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഈ രോഗാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് ലഭിച്ചു. ഇതെന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കണമേ, ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ എപ്പോഴും ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ ചേട്ടൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ അസുഖമായ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ചേർത്ത് നിർത്തുന്ന, നമ്മൾ പറയാറില്ലേ ദൈവം സ്നേഹത്തിൻ്റെ രൂപത്തിൽ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ വരെ കൈപിടിച്ച് കൊണ്ടുവന്ന് എൻ്റെ ചുറ്റും ദൂതന്മാരെ അയച്ച് തന്നുകൊണ്ട് എന്നെ ദൈവം ബലപ്പെടുത്തി. ദൈവനാമത്തിന് പറഞ്ഞാൽ തീരാത്തത്രയും നന്ദിയും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഇനിയും ഇത്തരത്തിൽ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അവരെ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും. പിന്നെ നമ്മുടെ കൃപാസനത്തിലെ അമ്മയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും തമ്മിൽ കാണുമ്പോൾ ഒരു പുഞ്ചിരി നമുക്ക് പുഞ്ചിരിക്കുന്നതിന് ഒരു മടി ഉണ്ടാകരുത്. കാരണം അമ്മയുടെ അടുത്ത് വരുന്ന നമ്മളെല്ലാവരും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കഴുത്തിലെ കാശുരൂപം കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വരും. കാരണം അവരും അമ്മയുടെ മകളാണല്ലോ അല്ലെ മകനാണല്ലോ. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിജയിച്ചു. നമ്മുടെ അമ്മയുടെ ഉദ്ദേശം, പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സാക്ഷ്യം നമുക്ക് ലോകത്തെ
അങ്ങേയറ്റത്തോളം എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദൈവനാമത്തിന് ഒരുപാട് മഹത്വം ഉണ്ടാവട്ടെ. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. सबसे पहले मैं माँ मरियम और यीशु मसीह को धन्यवाद प्रकट करना चाहता हूँ। मैं बाबू जॉर्ज गोवा मार्शल से आ रहा हूँ। मैं 2025 मार्च 7 को यहाँ आकर विधान लिया था माँ मेरी का। मैं 41 साल से दारू का इतना ये था, सुबह उठते ही मेरे को दारू चाहिए और रात को सोते टाइम तक दारू पीता था। तो मैं क्या बड़ा परेशान हुआ। लेकिन मैं 24 को जब केरला आया तो मेरे को किसी ने बोला ऐसे तुम कृपासन में मदर माँ मेरी के पास जाओ, वो तुम्हारा प्रॉब्लम सॉल्व करेगा। ऐसे मैं 2005 मार्च 7 तारीख को इधर आया। इधर आकर मदर मेरी से मैं प्रार्थना किया और विधान लिया और मैं बोला मेरा दारू छूट गया तो मैं इधर आकर मदर मेरी का ये कृतज्ञता प्रकट करूँगा सबके सामने। तो मैंने इतना प्रेयर करके इधर से गया, विधान लेकर चला गया। लेकिन उस दिन के बाद मेरे को कभी दारू पीने का मन नहीं किया। मेरे साथ बैठे कितने लोग दारू पिया, तब भी मैं दारू की तरफ मुड़कर भी नहीं देखने को मेरा मन नहीं किया। उसके बाद नेक्स्ट मेरा पूरा लिवर सड़ गया था। ये हॉस्पिटल का रिपोर्ट है। ये मेरे को बोला आपका अभी मुश्किल है बचना। तो मैं बोला कोई प्रॉब्लम नहीं, मदर मेरी है मेरे साथ। तो मैं मदर मेरी से प्रार्थना किया। उसी दिन मदर मेरी एक बुढ़ी माँ की तरह मेरे साथ आकर मेरे बिस्तर पर बैठा और मेरा पेड़ पर हाथ रखकर रोया। 10 मिनट तक रहने के बाद मैं आँख खोल कर देखा तो मेरे को कुछ दिखाई नहीं दिया। 2 दिन के बाद डॉक्टर के पास गया। डॉक्टर ने चेकअप किया, एंडोस्कोपी किया। सब कुछ करने के बाद मेरा दवाइयाँ सब कंप्लीट बंद कर दिया। बोला तुम्हारे को कोई बीमारी नहीं है। इतना बड़ा अद्भुत प्रवृत्ति करने वाला मदर मेरी को मेरी तरफ से प्रणाम। इसके बाद मेरे को जॉब के लिए मैं ट्राई कर रहा था। 2-3 जगह से मेरे को जॉब आया। लेकिन मैंने यीशु मसीह और मदर मेरी को बोला, माँ मरियम को बोला मेरे को ऐसा जॉब चाहिए जहाँ से मैं आराम से सुबह मास में अटेंड कर सकता हूँ या मास ये कर सकता आप हाजिर हो सकता हूँ। तो मेरे को ऐसा ही नौकरी दिया। मेरा घर से 5 मिनट दूरी पर चर्च है। वहाँ से मैं 6:30 बजे का मास ये करके मैं आराम से जॉब पर जा सकता हूँ। ये तीनों ये साक्ष्य मेरा है। मैं अपने मन से मदर मेरी और जीसस क्राइस्ट को धन्यवाद प्रकट करता हूँ। और मैं कभी मेरे को कोई मजबूर आदमी मिलता है मैं उसका हेल्प करता था, उसको पैसा वगैरह मैं हेल्प करता था। और कई लोगों को जो भूखा लोग मेरे को मिलता है मैं उनको ले जाकर होटल में खाना खिलाता था और अनाथ मंदिर में जाता था, उनको कपड़े की ज़रूरत था वो देता था। और उन लोगों का कई डिमांड होता है हमारे को ये चीज़ चाहिए या ये चाहिए तो वो भी खरीद कर देता था। मैं यहाँ से मैं पेपर लेकर गया था। गोवा के अंदर तकरीबन लोगों को अपना केरला वालों को मालूम है कृपासनम के बारे में। बाकी गोवंस को 90% को कृपासनम के बारे में मालूम नहीं। तो मैं एक सफ़ा में गया, उधर 25-30 आदमी थे। उनका सामने मैंने ये साक्ष्य बताया और पेपर उनको दिया। और जो भी मेरे को मिलता है वो गोवा का हो, हिंदू हो, क्रिश्चियन हो, वो मैं नहीं देखता हूँ। सबको मैं मेरा जो साक्ष्य में वो बता। इतना हेल्प मेरे को इतना ये दिया
माता और यीशु मसीह को मैं अपना हृदय दिल से हाथ रखकर नन्ही प्रकट करता